ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കുമ്പളങ്ങ കൊണ്ട്. കുമ്പളങ്ങയും പരിപ്പ് മാത്രം മതി. ഇത് പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കപ്പ് കുമ്പളങ്ങയോളം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം അതിന് ശേഷം നമ്മൾക്കിനി പരിപ്പ് വേവിക്കണം. പരിപ്പ് ഞാനൊരു തൂരപ്പരിപ്പാണ്. ഒരു അരക്കപ്പ് എടുത്ത് കുക്കറിൽ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു പാനിലിട്ടിട്ട് അതിൽ കുമ്പളങ്ങ ആവശ്യത്തിന് ഇട്ടിട്ട് ഇനി രണ്ടും കൂടിയിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് പൊടികൾ ഇടുക. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി ഇടുക ഒരു ടീസ്പൂണോളം ഇടുക നമുക്ക്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി കൂട്ടിയിട്ടൊക്കെ ഇടാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പരിപ്പിൽ അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് എക്സ്ട്രാ ഒഴിച്ചത്. പരിപ്പിൽ വെള്ളം ആവശ്യത്തിനുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് വേവിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് പുളി ഒഴിക്കണം. ഇപ്പോൾ ദേ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു നെല്ലിക്ക അളവിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് അത് കുതിർത്തതിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് നമ്മളിതിൽ ഒഴിക്കുക. എന്നിട്ട് ഇനി ആ പുളി ഒന്ന് തിളച്ച് വരണം. ഒരു 2 മിനിറ്റ് അത് തിളപ്പിക്കുക. അപ്പോഴത്തേക്കും തേങ്ങയും ജീരകം കൂടിയിട്ട് അരച്ചെടുക്കുക. ഒരു അരക്കപ്പ് തേങ്ങയിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തേങ്ങയൊക്കെ അരച്ചിട്ടതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് കടുക് താളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ കടുകും അതുപോലെ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇടണം. എന്നിട്ട് നമ്മൾക്ക് ഇതിലോട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം കൊട്ടാം. അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഭയങ്കര എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നാടനായിട്ടുള്ളൊരു വിഭവമാണ്. പാലക്കാടൊക്കെ മിക്കപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. കുമ്പളങ്ങയൊക്കെ സീസൺ ആവുന്ന സമയത്ത് എപ്പോഴും ഇത് തന്നെയായിരിക്കും കറി. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് മനസ്സിലാവുന്നത്. പണ്ടൊന്നും നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴൊന്നും അങ്ങനെ അത്രയൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.